സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പോകുന്നത് സാന്ത മരിയ ത്രസ്പൊന്തീന എന്ന് പറഞ്ഞ വത്തിക്കാൻ്റെ തൊട്ടുമുറ്റത്തുള്ള ഒരു കർമ്മലൈറ്റ് ഓർഡറുകാരുടെ ഒരു ദേവാലയത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നോമ്പ് കാലത്ത് അവർ ഈശോയുടെ സഹനത്തെ ചിത്രീകരിക്കുന്ന 7 രംഗങ്ങൾ, ബൈബിൾ അടിസ്ഥാനപരമായിട്ട് 7 രംഗങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ക്രിസ്തുമസിനൊക്കെ പണിയുന്ന പോലെ പുൽക്കൂടിൻ്റെ രീതിയിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് അവിടെ പോയി ഈ 7 രംഗങ്ങൾ കാണുകയും ഈശോയുടെ സഹനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുകയും ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുന്ന ഈശോയെ കാണുന്നുണ്ട്. അവിടെ ഒരു കഴുതക്കുട്ടിയുടെ മുകളിൽ കയറി ഈശോ ജെറുസലേം നഗരത്തിലേക്ക് വരുന്നതായിട്ട് വളരെ മനോഹരമായിട്ടുള്ള അവർ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പുൽക്കൂടൊക്കെ പണിയുന്ന അതേ രീതിയിൽ തന്നെ, അതേ മോഡലുള്ള ഒരു ഡിസൈനിലാണ് ഇത് ചേർത്തിരിക്കുന്നത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാനിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തിലേക്ക് വരുന്നു. അവിടെ ഈശോ ആ ജെറുസലേം നഗരിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുള്ളവരെല്ലാം, അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം പലരും അവരുടെ വസ്ത്രങ്ങൾ വഴിയരികിലേക്ക് വിരിക്കുകയും അതുപോലെ തന്നെ മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് ഈശോയെ വഴിയിൽ നിരത്തി ഈശോയ്ക്ക് ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് പറഞ്ഞ് ഈശോയെ ജെറുസലേമിലേക്ക് സ്വീകരിച്ചതിൻ്റെ ഇതാണ്. രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഈശോ തൻ്റെ 12 ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിക്കുന്നതാണ്. ഈശോ അവരുടെ കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. അതുപോലെ തന്നെ ഈശോ പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ആ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോടൊപ്പം ഈശോ ആ പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും അവിടെ പെസഹ ആചരിക്കുകയും ചെയ്യുന്ന ഒരു രംഗം. അടുത്ത രംഗം എന്ന് പറയുന്നത് ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഗത്സമനി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളും നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയമാരുടെ പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. ദുഃഖിക്കാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി. ഈശോ തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്ന രംഗമാണ്. ഈശോ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോട്ടെ. അവിടെ നമുക്ക് പാനപാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു മാലാഖേനെ കാണാം. മറ്റ് ശിഷ്യന്മാരെല്ലാം കിടന്നുറങ്ങുന്നതായിട്ടും കാണാം. അതിനുശേഷം ഈശോയുടെ ക്രൂശിത മരണത്തെയാണ് കാട്ടുന്നത്. ഈശോയുടെ വസ്ത്രങ്ങൾ അവർ കുറിയിട്ട് ഭാഗിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ കാവലിരിക്കുന്ന രാജഭടന്മാർ അതിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കുരിശിന് ചുറ്റുമായിട്ട് 2 കവർച്ചക്കാരെ അവർ കുരിശി തറച്ചു. അതുപോലെ തന്നെ അവിടെ വന്നവരെല്ലാം ദുഷിച്ച് ഈശോയെക്കുറിച്ച് പറയുന്നു. പിന്നെ ഒരുപാട് സ്ത്രീകളും അടുത്ത് നിന്ന് കരയുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. ഈശോയുടെ വിലാവിൽ കുത്തുന്ന ഒരു ഭടനയെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്ന പോലെ 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്ന് പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഡാർക്ക് സീനാണ് അവർ ഇവിടെ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. ഇതിനുശേഷമുള്ള രംഗത്തിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്ന രംഗങ്ങൾ അവർ ചിത്രീകരിച്ചിരിക്കുകയാണ്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യോഹനാനെ കാട്ടിക്കൊടുക്കുന്ന ഈശോയും
അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പരിശുദ്ധമ്മയെ ലോകത്തിന് മുഴുവൻ നൽകുന്ന ഈശോയുടെ ഒരു മനോഹരമായിട്ടുള്ള രംഗമാണ് അവർ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. അടുത്ത രംഗം എന്ന് പറയുന്നത് യേശുവിനെ സംസ്കരിക്കുന്നതാണ്. വൈകുന്നേരമായപ്പോൾ അരിമത്തേക്കാരനായ ജോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവനും യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവനായിരുന്നു. ജോസഫ് ഈശോയുടെ ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയെ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ വലിയ ഒരു കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. മഗ്ദലന മറിയും മറ്റേ മറിയും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നു. കല്ലറയും അതിൻ്റെ അടുത്തുള്ള പരിസരങ്ങളും ഉണങ്ങിയ മരവും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഏഴാമത്തെ രംഗം എന്ന് പറയുന്നത് പുനരുത്ഥാനത്തെ ചിത്രീകരിക്കുന്നതാണ്. സാപത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയും മറ്റേ മറിയും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിൻ്റെ മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർപ്പ് പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. നമ്മൾ ഈ രംഗത്തിൽ കാണുന്നതും അതുതന്നെയാണ്. അവിടെ ഈശോയുടെ ശരീരം അവിടെ ഇല്ല. അവിടെ ഒരു പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈശോയുടെ ശരീരത്തിൽ പൊതിഞ്ഞ ആ തുണി, അവിടെ മുഖം പതിഞ്ഞ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ചിത്രങ്ങളെല്ലാം പതിഞ്ഞ ഒരു തുണി അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാ വ്യക്തികളും അതിൻ്റെ അടുത്ത് കല്ലറയുടെ അടുത്ത് ഇരിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നു.